നമസ്കാരം സുഹൃത്തുക്കളെ, സാഫ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് എക്സലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ ഡാറ്റ വാലിഡേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. എക്സൽ അറിയുന്നവർക്കൊക്കെ പരിചയമുള്ളതാണ് ഈ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൻ്റെ അകത്ത് നമ്മളത് ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ റേഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് സെൽസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്ലാങ്കും കൂടി ഇല്ല ലിസ്റ്റാണ് അവിടെ വരും. അപ്പോൾ അത് എങ്ങനെ നമുക്കിപ്പോൾ നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് അതെങ്ങനെ ഡൈനാമിക്കായിട്ട് ആ ലിസ്റ്റ് വരാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ എക്സൽ നന്നായി അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്തെന്ന വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അവർക്ക് ആ ലിങ്ക് കോപ്പി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ സജഷൻസ് അവർക്ക് വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അതും നൽകാവുന്നതാണ്. നിരവധി പേര് ഈ ഡാറ്റ വാലിഡേഷനും അതിൽ ബന്ധപ്പെട്ട പല വീഡിയോസും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഡാറ്റ. അതായത് C4 എന്ന് പറയുന്നിടത്താണ് ഡാറ്റ വാലിഡേഷൻ കൊടുക്കുന്നത് വേണ്ടി നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ ലിസ്റ്റിന് വേണ്ടിയുള്ള റേഞ്ച് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ കാണിച്ച E5 തൊട്ട് T14 വരെയാണ്. നമുക്കിങ്ങനെ നോർമലി ഡാറ്റ വാലിഡേഷൻ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ആ ഡാറ്റ സെലക്ട് ചെയ്യുന്നു, അതുപോലെ ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുന്നു, അതിലൂടെ നമ്മൾ ലിസ്റ്റാക്കി മാറ്റുന്നു. സോഴ്സിൽ നമ്മൾ നോർമലി ഏതാണോ റേഞ്ച് സെലക്ട് ചെയ്യാവുന്നത് ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും, ഓക്കെ കൊടുക്കും. ഇതാണ് നമ്മൾ നോർമൽ ചെയ്യുന്ന രീതി. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത ബ്ലാങ്ക്സും കൂടി അവിടെ താഴോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റേഷനൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ സുപ്പീരിയേഴ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ഇതെങ്ങനെ നമുക്കതല്ലാതെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് എക്സൽ ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓഫ് സെറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓഫ് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് സെറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഓഫ് സെറ്റ്, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ആണ്. റെഫറൻസ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത E4 to E5 to E14 എന്ന് പറയുന്നത് അതാണ്. അതിന് ശേഷം പിന്നെ ഓഫ് സെറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് റോസ് കോളത്തിൽ. നാലാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റാണ്. അപ്പോൾ ഹൈറ്റിൻ്റെ അവിടെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ കൗണ്ട എന്ന് പറയുന്ന എക്സൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. കൗണ്ടിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് കൗണ്ട പിന്നെ റെഫറൻസ് മാത്രമേ ഉള്ളൂ, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ സെയിം റെഫറൻസിന് നമ്മൾ കൗണ്ട കൊടുക്കുന്നു, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചതെന്ന് നമ്മൾ അവിടെ നോക്കാം. ആ ഡ്രിൽ ഡൗൺ ലിസ്റ്റിൽ കണ്ട അത് ലിമിറ്റായിട്ട് വന്നു. നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് എന്ന് പറയുന്നത് E4 to E14 ആണെങ്കിലും അതവിടെ ബ്ലൂ വരെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൗൺ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ബ്രൗണും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഡൈനമിക്കായിട്ട് അത് സെറ്റായിട്ട് വരും. അപ്പോൾ ഈ ഓഫ് സെറ്റ് ഫംഗ്ഷനും ഈ കൗണ്ടിൻ്റെയും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡാറ്റ വാലിഡേഷൻ ചെയ്യാമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.